കേരളക്കരയെ മൊത്തം ആകാംക്ഷയുടെ മുൻപിൽ നിർത്തിയ ആ ചോദ്യം ജോർജ് കുട്ടി ഒടുവിൽ പിടിയിലാകുമോ? ദൃശ്യ രണ്ടാം ഭാഗത്തിന്റെ ക്ലൈമാക്സിൽ നമ്മൾ കണ്ടത് ഓർമ്മയില്ലേ? വരുണിന്റെ അസ്ഥികൂടം പുതിയ പോലീസ് സ്റ്റേഷന്റെ മണ്ണിൽ നിന്നും ജോർജ് കുട്ടി അതീവ രഹസ്യമായി മാറ്റിക്കഴിഞ്ഞിരുന്നു. നിയമത്തിനു മുന്നിൽ അയാൾ വീണ്ടും ജയിച്ചു. എന്നാൽ പാപം ചെയ്യുന്നവർ മാത്രമല്ല, അതിന് കൂട്ടുനിൽക്കുന്നവരും അതിന് ഇരയാകുന്നവരും അനുഭവിക്കേണ്ടി വരുന്ന ചില ശാപങ്ങളുണ്ട്. ദൃശ്യം 2ന്റെ കഥ നടന്ന് കൃത്യം 5 വർഷങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചതിനും അപ്പുറമുള്ള ഒരു ക്ലൈമാക്സിലേക്കാണ് ദൃശ്യം 3ാം ഭാഗത്തിന്റെ കഥ വിരൽ ചൂണ്ടുന്നത്. വലിഞ്ഞു മുറുകിയ സിരികളോടെ മാത്രം കേട്ടിരിക്കാൻ പറ്റുന്ന ദൃശ്യം 3ന്റെ പൂർണ്ണമായ കഥയിലേക്ക് നമുക്ക് പോകാം. വരുൺ കൊലക്കേസിന്റെ വിധി വന്ന് 5 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ജോർജ് കുട്ടിയുടെ ജീവിതം ഇപ്പോൾ പുറമേ നോക്കുന്നവർക്ക് വളരെ ശാന്തവും സുരക്ഷിതവുമാണ്. തന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം ആസ്പദമാക്കി അയാൾ നിർമ്മിച്ച ആ സിനിമ തിയേറ്ററുകളിൽ വൻ വിജയമായി മാറി. ജോർജ് കുട്ടി ഇപ്പോൾ വെറും ഒരു കേബിൾ TV ഓപ്പറേറ്റർ അല്ല, ഒരു സക്സസ്ഫുൾ ഫിലിം പ്രൊഡ്യൂസർ കൂടിയാണ്. റാണിയും മക്കളായ അഞ്ജുവും അനുവും അടങ്ങുന്ന കുടുംബം ആ പഴയ ഭീതികളിൽ നിന്നും പതിയെ മോചിതരായി വരികയാണ്. എന്നാൽ ഈ ശാന്തതയ്ക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. യാബി, റോണി എന്നീ 2 അന്വേഷണാത്മക പത്രപ്രവർത്തകർ ജോർജ് കുട്ടിയുടെ സിനിമയ്ക്ക് പിന്നിലെ യഥാർത്ഥ പ്രചോദനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങുന്നു. വരുണിന്റെ തിരോധാനവും ഈ സിനിമയിലെ കഥയും തമ്മിൽ എന്തോ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അവർ ജോർജ് കുട്ടിയെ നേരിട്ട് കണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും അതീവ ചാതുര്യത്തോടെ ജോർജ് കുട്ടി അത് വെറും ഒരു സിനിമാ കഥ മാത്രമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. എങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ ജോർജ് കുട്ടി വീണ്ടും ഒരു സംശയനിഴലിലേക്ക് വരികയാണ്. ഇതേ സമയത്താണ് ജോർജ് കുട്ടിയുടെ ജീവിതത്തിലേക്ക് പഴയ ചില കഥാപാത്രങ്ങൾ വീണ്ടും കടന്നു വരുന്നത്. മുമ്പ് തങ്ങളെ ചതിച്ച ജോസിനോടും മേരിയോടും ജോർജ് കുട്ടി ക്ഷമിക്കുന്നു. തന്നെയുമല്ല, അവർക്ക് പുതിയൊരു ജീവിതം തുടങ്ങാൻ വലിയൊരു തുക സാമ്പത്തിക സഹായവും അയാൾ നൽകുന്നുണ്ട്. ഇതിനിടയിൽ ജോർജ് കുട്ടിയും റാണിയും തങ്ങളുടെ മൂത്ത മകൾ അഞ്ജുവിന്റെ വിവാഹ കാര്യങ്ങൾ ആലോചിക്കാൻ തുടങ്ങുന്നു. മത്തായി എന്ന മാരേജ് ബ്രോക്കർ വഴി പല നല്ല ആലോചനകളും വരുന്നുണ്ടെങ്കിലും ഉറപ്പിച്ചു എന്ന് കരുതുന്ന ഓരോ ആലോചനയും അവസാന നിമിഷം മുടങ്ങി പോകുന്നു. ആരോ മനഃപൂർവ്വം അഞ്ജുവിനെ കുറിച്ചുള്ള മോശം കാര്യങ്ങൾ ആലോചനക്കാരുടെ ചെവിയിൽ എത്തിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ജോർജ് കുട്ടി തന്റെ പഴയ സുഹൃത്തും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായ സുരേഷ് ബാബുവിന്റെ സഹായം തേടുന്നു. സുരേഷ് ബാബുവിന്റെ അന്വേഷണത്തിനൊടുവിൽ ആ ഞെട്ടിക്കുന്ന സത്യം പുറത്തു വരുന്നു. ആ ഫോൺ കോളുകൾ ചെയ്തത് മറ്റാരുമല്ല, മുൻപ് ജോർജ് കുട്ടിയെ സഹായിച്ചതിന്റെ പേരിൽ സസ്പെൻഷനിലായ പഴയ പോലീസ് കോൺസ്റ്റബിൾ രാജനും അയാളുടെ ഭാര്യ ശാന്തിയുമായിരുന്നു. ജോർജ് കുട്ടിയെ സഹായിച്ചതിന് ശേഷം രാജന്റെ ജീവിതം നരകതുല്യമായി മാറിയിരുന്നു. ജോലി പോയി കടക്കണിയിലായി, മകളുടെ വിദ്യാഭ്യാസം മുടങ്ങി. ഒടുവിൽ മാനക്കേട് സഹിക്കാനാവാതെ മകൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയും അതിന്റെ ഫലമായി അവൾക്ക് സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുകയും ചെയ്തു. തങ്ങൾ ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ജോർജ് കുട്ടി തങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല എന്ന വലിയൊരു പ്രതികാര ചിന്തയും സങ്കടവും രാജന്റെ മനസ്സിൽ വളർന്നിരുന്നു. അതിന്റെ പ്രതികാരമായാണ് അവർ അഞ്ജുവിന്റെ കല്യാണം മുടക്കിക്കൊണ്ടിരിക്കുന്നത്. ട്വിസ്റ്റുകൾ അവിടെയും തീരുന്നില്ല. ഒരു ദിവസം റാണി തങ്ങളുടെ തോട്ടത്തിൽ ആരോ സംശയാസ്പദമായ സാഹചര്യത്തിൽ നടക്കുന്നത് കാണുന്നു. ജോർജ് കുട്ടി അവിടെ പോയി നോക്കുമ്പോൾ മണ്ണിൽ ഒരു കുഴിയെടുക്കുകയും അത് പിന്നീട് മൂടുകയും ചെയ്ത ലക്ഷണങ്ങൾ കാണാം. അവിടെ ഒളിച്ചിരുന്ന് ജോർജ് കുട്ടിയെ നിരീക്ഷിക്കുന്നത് മറ്റാരുമല്ല, ക്രൂരനായ ആ പഴയ പോലീസ് ഓഫീസർ സഹദേവനായിരുന്നു. വരുൺ കേസിലെ പരാജയത്തിന് ശേഷം സഹദേവന് ജോലി നഷ്ടപ്പെട്ടു. മാനസികമായി തെറ്റിയ അവസ്ഥയിലായ അയാൾ ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ജോർജ് കുട്ടിയെ എങ്ങനെയെങ്കിലും കുടുക്കി വരുണിന്റെ മൃതദേഹം എവിടെയെന്ന് കണ്ടെത്തി പോലീസിൽ നിന്നും തന്റെ ജോലി തിരിച്ചു പിടിക്കണമെന്ന് മാത്രമാണ് ഇപ്പോൾ സഹദേവന്റെ ഒരേയൊരു ലക്ഷ്യം. സഹദേവൻ ക്രൂരമായ വഴികളിലൂടെ നീങ്ങാൻ തുടങ്ങുന്നു. അഞ്ജുവിന്റെ മനോരോഗ വിദഗ്ധനായ ഡോക്ടർ രഞ്ജിനിയെ ഭീഷണിപ്പെടുത്തി അവൻ അഞ്ജുവിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ കൈക്കലാക്കുന്നു. കൂടാതെ ജോർജ് കുട്ടിയുടെ വീട്ടുജോലിക്കാരനായ പത്രോസിനെ ഭയപ്പെടുത്തി വിവരങ്ങൾ ചോർത്തുന്നു. പഴയ ആസ്തി കൂടത്തിന്റെ DNA റിപ്പോർട്ടുകളും സഹദേവൻ രഹസ്യമായി സംഘടിപ്പിക്കുന്നുണ്ട്. എന്നാൽ സഹദേവന്റെ ഈ നിയമവിരുദ്ധമായ നീക്കങ്ങൾ സാബു എന്നയാൾ വഴി IG തോമസ് ബാസ്റ്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ബാസ്റ്റി സഹദേവനെ വിളിപ്പിച്ചു ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്യുന്നു. എങ്കിലും സഹദേവൻ പോലീസിനോട് സഹകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇതേ സമയം വരുണിന്റെ അച്ഛൻ പ്രഭാകർ IG തോമസ് ബാസ്റ്റിനെ വന്ന് കാണുന്നു. വരുണിന്റെ മരണത്തിന് ശേഷം തകർന്നുപോയ ഗീത ഇപ്പോൾ അമേരിക്കയിലാണ്. മകന്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്തെങ്കിലും അവൾക്ക് ഇപ്പോഴും മാനസികമായ സമാധാനം കിട്ടിയിട്ടില്ല. അവൾ കടുത്ത വിഷാദ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഭാര്യയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ജോർജ് കുട്ടിയാണെന്നും അയാൾ ഇപ്പോഴും നിയമത്തിന്റെ കണ്ണിൽ പെടാതെ സുഖമായി ജീവിക്കുന്നത് അനീതിയാണെന്നും പ്രഭാകർ വിശ്വസിക്കുന്നു. പ്രഭാകറിന്റെ മനസ്സിൽ ഇപ്പോൾ പ്രതികാരമല്ല, മറിച്ച് തന്റെ ഭാര്യയ്ക്ക് നീതി നേടിക്കൊടുക്കണമെന്ന ഷാഠ്യമാണ്. പ്രഭാകർ സഹദേവനെയും IG ബാസിനെയും കൂട്ടുപിടിച്ച് ഒരു പുതിയ കെണിയൊരുക്കുന്നു. ദുബായിൽ ബിസിനസ് തകർച്ച നേരിടുന്ന അവിര എന്ന വ്യവസായിയെ പ്രഭാകർ സാമ്പത്തികമായി സഹായിക്കുന്നു. പകരം അവരെ കൊണ്ട് അഞ്ജുവിന് ഒരു വിവാഹാലോചന കൊണ്ടുവരുന്നു.
പ്രഭാകറിന്റെ സ്വാധീനത്താൽ ആ ആലോചന ജോർജ് കുട്ടിയുടെ കുടുംബം സ്വീകരിക്കുന്നു. പക്ഷേ പ്രഭാകറിന്റെയും ബാസ്റ്റിന്റെയും യഥാർത്ഥ പ്ലാൻ അതായിരുന്നില്ല. അഞ്ജുവിനെ മയക്കുമരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കി അവിരയെ കൊലപ്പെടുത്തിയ കേസിൽ അവളെ പ്രതിയാക്കുക എന്നതായിരുന്നു അവരുടെ മാസ്റ്റർ പ്ലാൻ. ഡോക്ടറുടെ പക്കൽ നിന്നും സഹദേവൻ മോഷ്ടിച്ച രേഖകൾ തിരുത്തി അഞ്ജുവിന് സെക്ഷൽ അവേർഷൻ സിൻഡ്രോം ഉണ്ടെന്നും പുരുഷന്മാർ അടുത്തു വരുമ്പോൾ അവൾ അക്രമാസക്തമാകുമെന്നും അവർ വരുത്തി തീർക്കുന്നു. ഇതുവഴി വരുണിന്റെ മരണവും അവിരയുടെ മരണവും ഒരേ രീതിയിലാണെന്ന് വരുത്തി തീർത്ത് ജോർജ് കുട്ടിയെയും മകളെയും എന്നേക്കുമായി ജയിലിൽ അടക്കുക എന്നതായിരുന്നു ആ ക്രൂരമായ പ്ലാൻ. പക്ഷേ തിരക്കഥ എഴുതുന്നതിൽ ജോർജ് കുട്ടിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലല്ലോ. പ്രഭാകറിന്റെ പ്ലാൻ നടപ്പിലാക്കുന്നതിനിടയിൽ സഹദേവൻ ഒരു പിഴവ് പറ്റുന്നു. മയക്കിക്കിടത്തിയ അഞ്ജു പ്ലാൻ ചെയ്തതിലും നേരത്തെ ബോധം വീണ്ടെടുക്കുന്നു. ഭയന്നുപോയ അഞ്ജു പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവിടെ ഒരു വലിയ സംഘടനം നടക്കുന്നു. പരിഭ്രാന്തനായ സഹദേവനും അവരെയും അഞ്ജുവിനെ പരിക്കേൽപ്പിച്ച ശേഷം അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. സംഭവ സ്ഥലത്തേക്ക് ജോർജ് കുട്ടി കൃത്യസമയത്ത് എത്തിച്ചേരുന്നു. തന്റെ തോട്ടത്തിൽ കണ്ട ആ കുഴി അവരുടെ ശവം മൂടാൻ വേണ്ടി സഹദേവൻ മുൻകൂട്ടി തയ്യാറാക്കിയതാണെന്ന് ജോർജ് കുട്ടി ബുദ്ധിപൂർവ്വം മനസ്സിലാക്കുന്നു. തങ്ങളെ വലിയൊരു കെണിയിൽപ്പെടുത്താനാണ് ശത്രുക്കൾ ശ്രമിച്ചതെന്ന് അയാൾ തിരിച്ചറിയുന്നു. ജോർജ് കുട്ടി ഒട്ടും സമയം കളയാതെ തന്റെ അളിയനായ രാജേഷ് വഴി നാട്ടുകാരുടെ വലിയൊരു സംഘത്തെ സംഘടിപ്പിക്കുന്നു. പോലീസ് വന്ന് തെളിവുകൾ നശിപ്പിക്കുന്നതിനോ പുതിയ തെളിവുകൾ ഉണ്ടാക്കുന്നതിനോ മുൻപ് അയാൾ ആ പ്രദേശം നാട്ടുകാരുടെ കാവലിലാക്കുന്നു. തുടർന്ന് ഒളിവിലായിരുന്ന സഹദേവനെ ജോർജ് കുട്ടിയും സംഘവും തന്ത്രപൂർവ്വം പൊക്കുന്നു. ക്രൂരമായ മർദ്ദത്തിനൊടുവിൽ ഈ കെണികൾക്ക് പിന്നിൽ പ്രഭാകറും IG തോമസ് ബാസ്റ്റിനുമാണെന്ന് വ്യക്തമാക്കുന്ന സഹദേവന്റെ ഒരു വീഡിയോ കോൺഫെഷൻ ജോർജ് കുട്ടി റെക്കോർഡ് ചെയ്യുന്നു. അവസാന രംഗങ്ങൾ അതീവ നാടകീയമാണ്. തന്റെ കുടുംബത്തിന് പൂർണ്ണമായ സുരക്ഷ ഉറപ്പാക്കണമെന്ന നിബന്ധനയോടെ പ്രശസ്ത അഭിഭാഷകയായ അഡ്വക്കേറ്റ് രേണുകയ്ക്കൊപ്പം ജോർജ് കുട്ടി പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറാവുന്നു. എന്നാൽ പ്രഭാകർ സഹദേവന്റെ വീഡിയോ തെളിവായി സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും അഞ്ജുവിനെ ജയിലിലാക്കുമെന്ന് വീണ്ടും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സമയം ജോർജ് കുട്ടി തന്റെ രൗദ്രഭാവം പുറത്തെടുക്കുന്നു. തന്റെ കുടുംബത്തെ തൊട്ടാൽ താൻ ഏത് അതിർത്തി വരെയും പോകുമെന്നും ആരെയും കൊല്ലാൻ മടിക്കില്ലെന്നും ജോർജ് കുട്ടി പ്രഭാകറിന് നേരിട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനിടയിലാണ് ആ ഞെട്ടിക്കുന്ന സത്യം അഡ്വക്കേറ്റ് രേണുക മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ അഞ്ജുവിനെ ആക്രമിച്ചത് സഹദേവനല്ല, മറിച്ച് പോലീസിന്റെയും പ്രഭാകറിന്റെയും പ്ലാൻ പാളിയെന്ന് മനസ്സിലാക്കിയ ജോർജ് കുട്ടി സ്വന്തം മകളെ മനഃപൂർവ്വം പരിക്കേൽപ്പിച്ച് കേസ് തിരിച്ചുവിട്ട് സഹദേവന്റെ തലയിൽ കെട്ടിവെച്ചതായിരുന്നു. തന്റെ മകളെ രക്ഷിക്കാൻ സ്വന്തം കൈകൊണ്ട് അവളെ മുറിവേൽപ്പിക്കാൻ പോലും മടിക്കാത്ത ഒരച്ഛൻ. ജോർജ് കുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങുന്ന ദൃശ്യങ്ങൾ TV-യിൽ തത്സമയം സംപ്രേഷണം ചെയ്യപ്പെടുന്നു. അമേരിക്കയിൽ ഇരുന്ന് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഗീതയെ പ്രഭാകർ ഫോണിൽ വിളിക്കുന്നു. ജോർജ് കുട്ടി കീഴടങ്ങി എന്ന് പറയുമ്പോഴും ഗീതയുടെ മനസ്സിൽ ആശ്വാസമില്ലായിരുന്നു. അവൾ കടുത്ത മാനസിക ആഘാതത്തിലായിരുന്നു. അയാൾ മാത്രം ജയിലിൽ പോയാൽ പോരാ, അയാളുടെ മകൾ അഞ്ജുവും അനുഭവിക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടൂ എന്ന് ഗീത നിലവിളിച്ചുകൊണ്ട് പറയുന്നു. തൻ്റെ ഭാര്യയുടെ ഈ അടങ്ങാത്ത പ്രതികാരദാഹവും മാനസികാവസ്ഥയും കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പ്രഭാകർ സ്തബ്ധനായി നിൽക്കുന്നതിനടുത്ത് ദൃശ്യം 3-ന്റെ കഥ അവസാനിക്കുകയാണ്. ജോർജ് കുട്ടി കീഴടങ്ങിയെങ്കിലും ആ കുടുംബങ്ങൾ തമ്മിലുള്ള പ്രതികാരത്തിൻ്റെ തീ ഇനിയും അടങ്ങിയിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സിനിമ അവസാനിക്കുന്നു.